ഹായ്, ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. താരൻ അഥവാ ഡാൻഡ്രഫ്. ഇന്ന് നമ്മൾ ഏറ്റവും അധികം ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു പ്രോബ്ലമാണ് താരൻ. അപ്പോൾ താരൻ എങ്ങനെ ഉണ്ടാകുന്നു? താരൻ പലവിധ കാരണങ്ങളായിട്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന് ഉറക്കമില്ലായ്മ, ഒന്ന് വെള്ളം കുടിക്കാതിരിക്കുക, പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയത് സ്റ്റൊമക്ക് പ്രോബ്ലമാണ്. അപ്പോൾ സ്റ്റൊമക്ക് ക്ലീൻ ആയാൽ മാത്രമേ നമുക്ക് സ്കാൽപ്പും ക്ലീനായിട്ടിരിക്കുകയുള്ളൂ. പിന്നെ ഇന്നത്തെ പോലെ തന്നെ ഫാസ്റ്റ് ഫുഡിൻ്റെ കൂടുതലായിട്ടുള്ള ഉപയോഗം, മദ്യം കഴിക്കൽ, പിന്നെ കൂടുതലും വൈറ്റമിൻസിൻ്റെ കുറവ്, പിന്നെ ഈ ഫംഗസുമായിട്ട് വരുന്നതും താരൻ തന്നെയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ, അതായത് ഈർപ്പനോടെ മുടി കെട്ടിവെക്കുക, പിന്നെ കൂടുതൽ ഓയിൽ തേച്ചിട്ട് അത് മുഴുവൻ കളയാതിരിക്കുക, അതുപോലെ ഈ സ്കാൽപ്പ് കൂടുതൽ ഡ്രൈ ആയിരിക്കുന്നതും ഈ താരൻ വരാനുള്ള കാരണമാണ്. ഇനി നമുക്ക് ഇതിനുള്ള റെമഡി അറിയാണ്. ഫസ്റ്റ് നമ്മൾ വയറ് ക്ലീൻ ചെയ്യുക. അതായത് ആയുർവേദിക് മെഡിസിൻസ് ഇപ്പോൾ കിട്ടും നമുക്ക്. ഈ ആവണക്കെണ്ണ, ഇഞ്ചി നീര്, നാരങ്ങ നീര് വെച്ചിട്ട് ചെറിയ ചൂടുവെള്ളത്തിൽ രാവിലെ കഴിക്കുക. അത് കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വയറ് പ്രശ്നം തുടങ്ങും. അതിനുശേഷം കുറച്ച് കഴിയുമ്പോൾ ടയേർഡാകുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്കൊരു ഉപ്പിട്ട കഞ്ഞിവെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ലൊരു ഉപ്പിട്ട എന്തെങ്കിലും നാരങ്ങ വെള്ളമോ എന്തെങ്കിലും കുടിച്ച് അത് അവസാനിപ്പിക്കുക. അത് മാസത്തിലൊന്ന് ചെയ്യുന്നത് വളരെ വളരെ എഫക്റ്റീവാണ് ഈ താരന്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. ഹൈ ഫ്രീക്വൻസി വെച്ചിട്ട് അത് റിമൂവ് ചെയ്യാം. അതിനുള്ള സ്പായുണ്ട്. പക്ഷേ ഇതിനേക്കാളുപരി നമ്മളും അത് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ വേറൊരു പോംവഴിയാണ്, നമ്മൾ കുളിക്കുമ്പോൾ നേരിട്ട് ഷവർ വെള്ളം നമ്മുടെ തലയിൽ ആവാതെ തല കുനിച്ച് നിന്നിട്ട് നല്ല അടുപ്പമുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് നന്നായിട്ട് ചീകിക്കൊണ്ടത് വാഷ് ഔട്ട് ചെയ്യുക. തീർച്ചയായിട്ടും അത് വളരെ വളരെ എഫക്റ്റീവാണ്. അതും ഒന്ന് ചെയ്തു നോക്കുക. ചെയ്തു നോക്കിയ ശേഷം എന്നെ നേരിട്ട് അറിയിക്കുക.